ബിഗ് ന്യൂസ് വന്നു. ഇന്ത്യ US ട്രേഡ് ഡീൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതാണ്, വരാനുള്ള സാധ്യതയുണ്ട്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനിയിപ്പോൾ ടെക്സ്റ്റൈൽസ്, ജെംസ്, പല സ്റ്റോക്കുകളും ഒരു ഹയർ ട്രെൻഡിലേക്ക് പോകാം. അപ്പം ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്സ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ടേക്ക് എടുക്കാവുന്നത് എടുക്കുക. ഇപ്പോൾ ഈ ടർമോയിൽ ഉള്ളത് ബെനിഫിറ്റ് ആക്കാമെങ്കിൽ അത് ആക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക. ഇപ്പോൾ ഒരു നോയ്സ് ഉണ്ടാവും, ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, അത് സെറ്റിൽ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ലോങ് ടേം സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു 4 ഇയർ നമുക്ക് നല്ല ലാഭം തന്നിരുന്നു. കഴിഞ്ഞ കൊല്ലം മാത്രമാണ് നിഫ്റ്റി അധികം ലാഭം തരാതിരുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെ എഴുതി തള്ളേണ്ട ഒന്നല്ല. ഇന്നത്തെ ഇപ്പോൾ ആകെയുള്ള ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് ഓയിൽ കമ്പനീസ്, അവർക്ക് എക്സ്പെൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. ആ എക്സ്പെൻസിൻ്റെ ഫ്ലക്ച്വേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ളത് വീക്കെൻഡിൽ ഞാൻ വീഡിയോ ഇടാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻസിൽ അഡ്വൈസ് ചോദിക്കുകയും ആവാം. താങ്ക് യു.